ഫ്രണ്ട്സ്, നിങ്ങൾ ഈ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വേദനകൾ ഏറ്റ ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ബെറ്റർ വേർഷനിലേക്ക് ഉടൻ തന്നെ മാറേണ്ടതായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ മുറിവേൽക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് കൂടി മുറിവേൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള ഈ ഇന്നർ ചൈൽഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ കരുതൽ അല്ലെങ്കിൽ ആ പാമ്പറിങ് അതിങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആരിലാണ്? മറ്റുള്ള വ്യക്തികളിൽ. അപ്പോൾ ഈ മുൻജന്മ ബന്ധം എന്നുള്ളത് പോലെ തന്നെ പല ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ആ വ്യക്തിയിൽ നമ്മൾ അഭയം പ്രാപിക്കുകയും ചെയ്യും. അതായത് അവർ ആദ്യമേ തരുന്ന ആ ഒരു സ്നേഹം, കെയറിങ്, ഇതിലേക്ക് നമ്മൾ വീണ്ടും അഡിക്റ്റ് ആവുകയും നമ്മൾ നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ തന്നെ സംഭവിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ആ പഴയ പാറ്റേൺ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയുവാൻ കഴിയും. വീണ്ടും ഈ മെൻ്റൽ പാറ്റേൺ ഈ ഒരു അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നമുക്ക് വീണ്ടും റിജക്ഷൻ നേരിടുമ്പോൾ അത് വീണ്ടും ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോവുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹം അല്ലെങ്കിൽ കരുതൽ അല്ലെങ്കിൽ കെയറിങ്, അതാണ് ഇന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരിൽ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ പേരൻസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള റിജക്ഷനോ അവഗണനയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന പാമ്പറിങ് അല്ലെങ്കിൽ കെയറിങ്, ഇതൊക്കെ നമുക്ക് ആ കുട്ടിക്കാലത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും, ഒരുപക്ഷെ സൊസൈറ്റിയിൽ നിന്നാകാം, നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടിയില്ല, അവഗണനകൾ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് വേദനിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹം അല്ലെങ്കിൽ കെയറിങ്, അല്ലേ? ഇപ്പോൾ വിവാഹത്തിന് മുമ്പൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു കൺസെപ്റ്റൊക്കെയാണ് പാർട്ട്ണറിനെ കുറിച്ചും പാർട്ട്ണറുമായിട്ടുള്ള ലൈഫിനെ കുറിച്ചുമൊക്കെ. പക്ഷേ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ടുള്ള വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ ഇന്നർ ചൈൽഡ് വേദന അനുഭവിക്കുകയും അല്ലെങ്കിൽ മുറിവേൽക്കുകയും വീണ്ടും മറ്റുള്ള വ്യക്തികളിലേക്ക് ആ സ്നേഹത്തെ സീക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികൾ വീണ്ടും ആ സ്നേഹം, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്നേഹം, ആദ്യം അങ്ങനെയാണല്ലോ, ആദ്യം വളരെ സ്നേഹമായിരിക്കും, വളരെ കരുതലായിരിക്കും, കെയറിങ് ഒക്കെ ആയിരിക്കും. അതൊക്കെ ഇങ്ങനെ തന്നതിന് ശേഷം കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമുക്ക് പുതിയൊരു വസ്തു കിട്ടുമ്പോൾ, ഒരു മൊബൈൽ ഫോൺ ആകട്ടെ അല്ലെങ്കിൽ ഒരു വാഹനമാകട്ടെ, അതൊക്കെ കിട്ടുമ്പോൾ ആദ്യം ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ആയിരിക്കും. പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനോടുള്ള ആ ഒരു ആഗ്രഹം അങ്ങോട്ട് കുറയാൻ തുടങ്ങും. ഒരുപക്ഷെ ഇത് മനുഷ്യരിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു മനുഷ്യനെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ, സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ നമുക്ക് വീണ്ടും റിജക്ഷൻ നേരിടേണ്ടി വരുന്നു. അപ്പോൾ അത് വീണ്ടും ആ അഡിക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഓരോരുത്തരെയും സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹത്തിൻ്റെ വേദനയുടേതായിട്ടുള്ളൊരു തടവറയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെൻ്റൽ പാറ്റേൺ അല്ലെങ്കിൽ മെൻ്റൽ കണ്ടീഷനിങ് അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനൊരു തടയിടണം എന്നുള്ളതാണ്. അതിന് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ബെറ്റർ വേർഷനിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ മുറിവേറ്റ് കിടക്കുന്ന ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക? ഹീൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു 5-ാമത്തെ വയസ്സിലോ 10-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിലോ നമ്മൾ വളരെ ഫീലോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള കാര്യം അതെന്താണോ അത് നമ്മുടെ ഇന്നർ ചൈൽഡായിട്ട് മുറിവേറ്റ് കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഇൻസിഡൻസിനെയും നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് അതിനെ നല്ല രീതിയിൽ ഹീൽ ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻസിഡൻസും കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിനെ നല്ല രീതിയിൽ ഹീൽ ചെയ്ത് നമ്മളൊരു ബെറ്റർ വേർഷനിലേക്ക് മാറുകയാണ്. അവിടെ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാകും, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകും, നമുക്ക് നമ്മളോട് തന്നെ എന്തെന്നില്ലാത്തൊരു ആരാധനയൊക്കെ തോന്നിത്തുടങ്ങും. അങ്ങനെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്.